അമ്മ ഉമ്മച്ചിക്ക് ഒന്നും മേടിച്ചില്ല. ഉമ്മച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. എന്തുട്ട് കേട്ട് ചെരുപ്പ എവിടുക്കാ നമുക്ക് പോവാ, സൈക്കിൾ എടുക്കാൻ പോവാ. 4 മണിക്കാറ്റിക്ക് പോവാ, സൈക്കിൾ എടുക്കാൻ പോവാ. ഒന്നുമില്ല, ഉമ്മച്ചി ഒന്നും മേടിച്ചിട്ടില്ല. 4 മണിക്കാറ്റിലാണ് സർപ്രൈസ്. ഉമ്മച്ചി 4 മണിക്കാറ്റ് ആളോട് പറഞ്ഞിട്ട് അവിടെ സെറ്റ് ആക്കാന്. അതിനാണ് എന്നെ കൊണ്ടുപോകണം. 4 മണിക്കാറ്റിക്ക് പോവാ. അനക്കുണ്ട് 4 മണിക്കാറ്റ് പോവാ. ഇങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി സൈക്കിൾ എടുത്ത് 4 മണിക്കാറ്റ് പോകട്ടെ. ഇവിടെ നിന്ന് കുറച്ചുണ്ട് 4 മണിക്കാറ്റിക്ക്. മഴ ഒന്നും വിഷയമല്ല. എൻ്റെ മോനെ എങ്ങനെയാലും ഹാപ്പി ആക്കണം. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് 4 മണിക്കാറ്റ് ഞാൻ സൈക്കിളോടി പോകാറില്ലാണ്. അവനായിട്ട് അങ്ങനെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നിർത്തിയാണ് പോണത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഓടിക്കാണ്ട് ഉന്തിയാൽ മതി, കാരണം 2 സൈഡും ഹോളൊക്കെ ഉള്ളല്ലോ. അപ്പോൾ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ ഉന്തിയാൽ മതി, നീ ഓടിക്കാണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുവരട്ടോ. ഞാൻ വിചാരിച്ചാൽ അതും നല്ല പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ പേടിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അതമേ തിരിക്കണം, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇല്ല ഉമ്മച്ചിനെ കൊണ്ട് പറ്റും, എനിക്ക് ഭയങ്കര ഇഷ്ടമേ. ഉമ്മച്ചി പോകുമ്പോൾ എപ്പോഴും ഞാൻ പറയാറില്ലല്ലേ കൊണ്ടുപോകാൻ. എനിക്കിഷ്ടം ഉമ്മച്ചേ, ഞാൻ വന്നാണ്ട് റെഡിയാണ്, കുഴപ്പമില്ല. എന്നാലും ഞാൻ പാവം നിർത്തിയിട്ടാണ് കൊടുന്നത്. കാരണം അവൻ ഇത്ര ലോങ്ങൊന്നും അങ്ങനെ ഓടിച്ചിട്ടില്ലല്ലോ. എങ്ങനെ ഓടിച്ച് പഠിപ്പിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ മോനൊരു പോക്കാ. ഇൻഷാല്ലാ പിന്നെ ബാക്കി വീഡിയോ കാണാം കേട്ടോ. ഞാൻ പേടിച്ച്, പക്ഷെ എനിക്ക് ധൈര്യമുള്ള രക്ഷപ്പെട്ട്. പോയിക്കോ, ഉമ്മച്ചി ബാക്കി വരാം. പോയിക്കോ പോ, ഉമ്മച്ചി വരാം. ഓടിക്ക്. അങ്ങനെ ഞാനും എൻ്റെ ആദമും സൈക്കിൾ ഓട്ടിട്ട് വന്നു. ഇത് ഞാൻ ഓടിച്ചത്. ഞാൻ പിന്നെ 4 മണിക്കാറ്റിക്കും രാവിലെ ഞാൻ സൈക്കിൾ ഓട്ടിട്ട് വരാറുള്ളതാണ്. ആദം എപ്പോഴും പറയും ഉച്ച എന്നെ കൂടി കൊണ്ടുവരപ്പോൾ ഒന്ന് പെരത്തരല്ലേ. അപ്പം ഞാൻ എൻ്റെ മോനെ 4 മണിക്കാറ്റിൽ കൊടുന്ന്. എൻ്റെ ഫോണ് എല്ലാടയിലാണ്. എന്താ വേണ്ടത് ആദ്യം? എന്താ വേണ്ടത്? പാർക്കിൽ കളിക്കണോ? വെള്ളമാണ് പാർക്കിലൊക്കെ. കഴിക്കാൻ എന്താ വേണ്ടത്? പാർക്ക് ഫുള്ള് വെള്ളത്തിലോ കളിക്കാൻ? പാർക്കിൽ ഫുള്ള് വെള്ളം, കളിക്കാനൊന്നുമില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും അവർക്ക് ഇങ്ങനെയല്ല. ലോഡർ ഫ്രൈസ്, ബർഗർ, ഇതിലേതേലൊന്ന്. ബർഗർ അവിടെ പോയിട്ട് എന്താ ഉള്ളത് ഷെയർ ചെയ്ത് കഴിക്കുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടോ. അതൊന്നും പിന്നെ നേരത്തൊക്കെ എന്നെ കൗണ്ടോടും സൈക്കിൾ ഓട്ടാന്നല്ലാണ്ട് ഇത്ര ലോങ് ഒന്നും സൈക്കിൾ ഓടിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം. എൻ്റെ കോലം നോക്കൂ ഗൈസ്, ബർത്ത്ഡേ കുട്ടിയുടെ കോലം നോക്കൂ. കുട്ടി വേർത്ത് സൈക്കിൾ ഓട്ടിട്ട്. ബർത്ത്ഡേ കുട്ടി ആകെ വേർത്ത് ഗൈസ്, നല്ലോണം വേർത്ത്. ഉമ്മച്ചിനെ കൊണ്ടുപോകും എന്നില്ല. എൻ്റെ ഉമ്മച്ചി ഫോൺ തരയില്ല. എന്നിട്ട് ഗെയിം കയറ്റിച്ച് എന്നിട്ട് ഉമ്മച്ചിക്ക് ഫോൺ തരില്ല. ഞാൻ എൻ്റെ ഒരു പാവം പിടിച്ച് എൻ്റെ മോളെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. അതിനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകണില്ല. പാവം ഒക്കെ പൊന്നു കൊണ്ടുപോകണം. എന്നിട്ട് എന്താ പറഞ്ഞവരനുസരിക്കും. എന്തിനും കരയാൻ നല്ലോണം അറിയാം. എൻ്റെ ആദമിന് നല്ലോണം കരയും. ഇല്ല ആദമേ കരയാൻ ഭയങ്കര ഇഷ്ടം. കാത്തിരുന്ന് ആദമിൻ്റെ ബർഗർ എത്തി 8 മണിക്ക്. ഞാൻ എപ്പോൾ വീട്ടിലെത്താണ്? ആദമിനെ കുടുംബത്തിൽ പോയല്ലേ? പിന്നെന്താ? ഐസ്ക്രീം ഒന്നുമില്ല. ഇനി വീട്ടിൽ പോവാം. ഇനി അവിൽ മിൽക്ക് കുടിക്കണം. കുടുംബത്തിൽ പോയല്ലെന്ന് വെച്ചപ്പോൾ അവനിക്ക് അവിൽ മിൽക്ക് വേണം. അവിൽ മിൽക്ക് 4 മണിക്കാറ്റിൽ പാർക്കിൽ ഒരൊറ്റ മനുഷ്യന്മാരില്ല. പിന്നെ മാത്രം നിറച്ചും വെള്ളം. പിന്നെ നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. വീട്ടിലെത്താൻ തന്നെ 10 മണി 9 മണിയാവും. സൈക്കിൾ വീണിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി വേഗം വീട്ടിലോട്ട് പോവാം. ഡാൻസ് കളിക്കാം. നമുക്ക് വേഗം വീട്ടിൽ പോവാം. കാരണം ഈ വീട്ടിൽ നേരം വരുമ്പോൾ 10 മണിയൊക്കെ ആവും. 10 മണിയല്ല 9 മണിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലെത്താൻ. പാട്ട് നിർത്തി ബാ. അത് അതൊന്നും കളിക്കാൻ വേണ്ടി കയറിയപ്പോൾ പാട്ട് നിന്ന് അതൊന്നും ചമ്മി ഇല്ല. അതൊന്നും പാട്ട് വെച്ചിരുന്നു. കയറിക്കോ, പാട്ട് വെച്ചിരുന്നു. വേഗം വായോട്ടാ. പാട്ടൊക്കെ വെച്ചിട്ട് ആ ട്രൗസറിന്റെ വള്ളി ഒന്ന് കയറ്റിയേക്ക്. എന്നിട്ട് കളിക്ക്. കളിച്ചോ? നാണേ കളിക്കാനായിട്ട് കേറിയിട്ട് നാണായിട്ട് എല്ലാ വീഡിയോ എടുക്കും. എൻ്റെ ഫോണിൽ നല്ല ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ
എൻ്റെ ഫോണിൽ അല്ല എവിടെ കൊടുത്തിട്ട് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ക്യാമറ ഇതിൽ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് ഞങ്ങളെ സൈക്കിൾ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇനി അല്ല അതന്നെ മുഹമ്മദ് ഞങ്ങളെ സൈക്കിള് ഇതാണ്. ഞാൻ ചവിട്ടി നടക്കുന്ന സൈക്കിള്. ഇതിൻ്റെ മോൻ്റെ സൈക്കിള്. പോവാ. ഇതവൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്കാണ്. മൂന്നാമത്തെ ബർത്ത്ഡേക്കാണ് ഗിഫ്റ്റ് വെച്ചാണ് നമുക്ക്. ഇനി ബർത്ത്ഡേക്ക് അവൻ എറണാകുളത്ത് കൊണ്ടുപോയി 4 മണിയായിട്ട് നട്ടപ്പാതിരാത്തേക്ക് കൂടുന്നു. ഇനി എന്തൊക്കെ വേണോ? ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് സൈക്കിളൊക്കെ എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ബാബിക്ക് വിളിച്ചിട്ട് ബാബി ഞങ്ങൾ വരട്ടേന്ന് ചോദിച്ചു. കാരണം ബാബി അവർ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറ്റുന്ന വെച്ചപ്പോൾ ഇപ്പോൾ വരണ്ട, ഒരു അരമണിക്കൂറായിട്ട് വന്നാൽ മതി. ഞങ്ങൾ ഇവിടെ നിന്ന് എത്താൻ തന്നെ 1 മണിക്കൂർ ചിലപ്പോൾ പിടിക്കും. കാരണം ഞങ്ങൾ 2 പേരും കൂടി സൈക്കിളോട്ട് എത്താനാ. അവന് ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? ഇല്ലാതെ ഡാൻസ് കളിച്ചോ? എനിക്കും ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യുക. അപ്പോൾ നമ്മളെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ അവരവിടെ അതൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8:30 സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇനി പോവാം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഒരിക്കലും എൻ്റെ മോൻ്റെ ബർത്ത്ഡേ എനിക്ക് എന്താ പറയുക, ഇന്നലെ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ കുറച്ച് വിഷമിക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ആ വിഷമത്തിന് എനിക്കൊരു പരിഹാരം എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊരു റീസൺ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ എറണാകുളം കൊണ്ടുപോയി മറൈൻ ഡ്രൈവ് കാണിച്ച്, കൊച്ചിയിൽ കൊണ്ടുപോയി, ഫോർട്ട് കൊച്ചി പോയി, ബോട്ടിൽ കൊണ്ടുപോയി, കുറേ കാര്യങ്ങൾ എന്നെക്കൂടെ പറ്റുന്ന ഞാൻ ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഞാൻ ഫ്രഷും കൂടി ആയിട്ടില്ല. ഞാൻ എല്ലാ ബേബിനായിട്ട് കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ആദമിനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ സർപ്രൈസ് ഉണ്ടാകുന്ന വെച്ചാൽ വീഡിയോ ഇതിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, എല്ലാ ബേബിനെ ഒന്ന് കുറച്ച് ഹാപ്പി ആക്കി. അതിനിപ്പോൾ അവളുടെ ഫോൺ, എൻ്റെ ഫോൺ അവൾക്കും കൊടുത്തിട്ട് ഞാൻ എൻ്റെ മോൾ അവിടെ ഇരുത്തിയിട്ട് അവൾ കാണാണ്ട് ഞങ്ങൾ 2 പേരും സൈക്കിൾ എടുത്തിട്ട് നേരെ 4 മണിക്കാറ്റേക്ക് അങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അവിടെ ആദമിന് ചെറിയൊരു രീതിയിലൊരു സർപ്രൈസ് അവിടെ ആക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മക്കൾക്ക് വേണ്ടി തരാൻ അടുത്തേക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേല് അവരുടെ ഹാപ്പിനെസ്, അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുക എന്ന് എനിക്കെന്താണെന്ന് അറിയണില്ല. അതായിരിക്കും അവനക്ക് ഏറ്റവും. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം മൂപ്പര ഭയങ്കര ഡാൻസ് കളിയിലാണ് ഇവിടെ. എന്തോ സാധനമൊക്കെ അറിയണ്ടായിരുന്നു. സൗണ്ട് ഇട്ടിട്ടാണെങ്കിൽ നോക്കണം. എന്നോട് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല നമുക്ക് പാർക്കിൽ കളിക്കാമെന്ന്. പാർക്കിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ പാർക്കിൽ ആരുമില്ല. വെറുതെ പാർക്കിൽ പോയിട്ട് ഇനി ഉള്ള ടൈമിന് അവിടെ ഇരിക്കാൻ അതിനും നല്ലത് പാർക്കിൽ പോയിട്ടിരിക്കാത്ത ഇവിടെ നിന്ന് കളിച്ചോട്ടെ. ഇന്നലെ കുറേ താളിച്ചിട്ടുണ്ട് പ്രമോത്തി യാതമേ. പുതിയ ഡ്രസ്സ് ഒരു നേരമായിട്ട് എൻ്റെ മോൻ ബർത്ത്ഡേയായിട്ട് ഇട്ടിട്ടില്ല കേട്ടാ. സെക്കൻഡ് ഓരോ ലൈറ്റുള്ള ഭാഗമാണ് പ്രശ്നം. പോയിക്കോ അമ്മച്ചി ബാക്കി വരാം. ഓ പൊയ്ക്കോ. ഇന്നൊരാണ് ഉമ്മച്ചി നമുക്ക് വേറെ നല്ല സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കുറേ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. നമ്മൾ ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹം പോലെ ആയിക്കോട്ടെ, കുറച്ചുകൂടി വലുതാവട്ടെ എന്ന് പറഞ്ഞു. 4 മണിക്കാറ്റി പോയി വന്നപ്പോൾ തന്നെ മൂപ്പരാൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി കുട്ടിക്ക് സൈക്കിൾ ഓടി. പക്ഷെ എന്താ, അവൻ്റെ സൈക്കിള് കുറച്ച് ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുട്ടിക്ക് ചവിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കമാൻ, ഇതാണ് പ്രശ്നം. അവിടെ നിർത്തും. പോ